റൂം അപ്ഡേറ്റ് പാർട്ട് 2. എനിക്ക് അത്യാവശ്യമായിട്ട് ഇരുന്ന് എഴുതാൻ പറ്റുന്ന ഒരു സ്ഥലം വേണം. സോ ഞാനൊരു ടേബിൾ ഓർഡർ ചെയ്തു. അത്യാവശ്യം റീസണബിൾ പ്രൈസിൽ ഒരെണ്ണം കണ്ടപ്പോൾ ഞാനങ്ങ് ഓർഡർ ചെയ്തതാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് അസംബ്ലിയാണ്, പ്രത്യേകിച്ച് വലിയ കാര്യമായ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഒരു 1 2 3 4 5 6 സ്ക്രൂ മുറുക്കാമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേബിളാണ്. അതിന് വേണ്ടി 6 സ്ക്രൂ വിത്ത് ഒരെണ്ണം എക്സ്ട്രാ ഈ ഒരു പാക്കിൻ്റെ അകത്ത് വരുന്നുണ്ട്. കൂട്ടത്തിലൊരു ബ്ലാക്ക് ഒരു ക്രോസ് പോലത്തെ ഒരു സാധനമുണ്ട്. അതെന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്, ഉള്ള കാര്യം പറയാമല്ലോ. സോ എൻ്റെ ബോക്സ് തുറന്ന് നോക്കിയപ്പം ആ സ്ട്രെയിറ്റ് ആയിട്ട് താഴെ ഇരിക്കുന്ന സാധനം കണ്ടു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ എടുത്ത് നോക്കി. അതായത് അപ്പോൾ 4 പടവേ ഉള്ളൂ, ജസ്റ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ സാധനം സ്പെസിഫിക് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. വളരെ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസാണ്, ആർക്കും ഫോളോ ചെയ്യാം. പക്ഷേ അതെന്തിനാണെന്ന് അവർ പറയുന്നില്ല. പക്ഷേ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു സ്ട്രെയിറ്റ് സപ്പോർട്ടായിരിക്കും എന്ന് വെച്ചിട്ട് ഞാനങ്ങ് മുന്നോട്ട് പോയി. അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാതെ വെച്ചുകൊണ്ട് എന്തായാലും വലിയ കുഴപ്പമില്ല. എനിക്ക് കൺഫ്യൂഷൻ അന്നേരം മാറിയില്ല, ഉള്ള കാര്യം പറയാമല്ലോ. എന്തിനാണെന്നുള്ളത് അതിൻ്റെ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ സംഭവം അത് തന്നെയാണ്. അതായത് ആ 2 കാലിനിടയ്ക്കുള്ള സപ്പോർട്ടാണത്. വളയാതിരിക്കാൻ വേണ്ടിയുള്ള ഇൻ്റർ കണക്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള 2 സ്ട്രെയിറ്റ് ബാറുകളാണ്. അതിൻ്റെ ഒന്ന് വരച്ച് വെക്കായിരുന്നു, വെച്ചില്ല. പക്ഷേ സാരമില്ല, നമ്മൾ പണിഞ്ഞ് വരുന്നത് നമുക്ക് മനസ്സിലാവും, കുഴപ്പമില്ല. സോ എനിവേ, അസംബ്ലി എന്ന് പറയുന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് ആലോചിക്കാനൊന്നുമില്ല. നേരെ തലതിരിച്ച് ബോർഡ് ആ ബേസ് തലതിരിച്ച് വെക്കുക, അതിലോട്ട് 2 കാലും പിടിപ്പിക്കുക. 2 സ്ക്രൂ ആണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ 2 സ്ക്രൂവും ടൈറ്റ് ചെയ്യുക. ഇൻ്റർ കണക്ട് ചെയ്തുള്ള 2 റോഡും ഈ ലെഗിന് ത്രൂ ഹോളായിട്ടാണ് വരുന്നത്. ആ ലെഗ് ത്രൂ ഹോളായിട്ട് അത് കണക്ട് ചെയ്യുക. അസംബ്ലി ഫിനിഷ്, അത്രേ ഉള്ളൂ. ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് സ്ഥിരമായിട്ട് കിട്ടിയ അഡ്വൈസാണ് എല്ലാ ടൂൾസും എടുത്ത് വെച്ചിട്ടേ പണിയെടുക്കാൻ തുടങ്ങാവുമെന്ന്. പക്ഷേ ഞാൻ നോക്കിയിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ മറന്നുപോയി, സ്ക്രൂ ഡ്രൈവർ എടുത്ത് വെക്കാൻ മറന്നുപോയി. പിന്നെ രണ്ടാമത് പോയി സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ പണി തുടർന്നത്. കൈ കൊണ്ട് അത്യാവശ്യം ടൈറ്റ് ആവും, പക്ഷേ എങ്കിലും പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന സ്ക്രൂ ഡ്രൈവർ ആണല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, അവിടെ വെക്കുന്നിടം വരെ അത് അവിടെ തന്നെ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. വെച്ചപ്പോഴും ഇച്ചിരി ടൈറ്റ് ആയിരുന്നു, ഒന്ന് അടിച്ച് കയറ്റണം. ഇച്ചിരി ടൈറ്റാണ്, അതുകൊണ്ട് തള്ളി കയറ്റിയാൽ അതൊന്ന് കറക്റ്റായിട്ട് സീറ്റ് ആകത്തുള്ളൂ. ഒന്ന് തള്ളിയേക്കുക, അത് കറക്റ്റായിട്ട് സീറ്റ് ആയിക്കോളും, നല്ല ടൈറ്റായിട്ട് ഫിറ്റ് ആയിക്കോളും. പിന്നെ വളയത്തും അങ്ങനത്തെ പ്രശ്നങ്ങളും ഒന്നുമില്ല. സോറി, ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞപ്പം എണ്ണിയത് തെറ്റിപ്പോയി. ആക്ച്വലി 8 സ്ക്രൂ വേണം. 2 കാലിന്, 2 വീതം കാലിന്, 2 ക്രോസ് ബാറിനും കൂടെ വെച്ചിട്ട് 8 സ്ക്രൂ നമ്മൾ സ്ട്രെയിറ്റ് അസംബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 സ്ക്രൂ ഈ കാലയിലുണ്ട്, ഈ ക്രോസ്, അതായത് ഇൻ്റർലിങ്ക് ചെയ്ത്, അതായത് താഴ്വശം വികസിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു എക്സ് പോലത്തെ ഒരു സാധനം കൂടെ അതിന് സപ്പോർട്ടായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു 4 സ്ക്രൂ വേറെ ഉണ്ട്. അത് പിന്നെ അറ്റാച്ച്ഡായിട്ട് വരുന്നത്, അത് അഴിച്ചിട്ട് പിന്നെ ഇടണം. അങ്ങനെ ഒരു 4 സ്ക്രൂ ഉണ്ട്. മൊത്തത്തിൽ അപ്പോൾ 12 സ്ക്രൂ ഉണ്ട്. പിന്നെ ഒരെണ്ണം എക്സ്ട്രാ എന്തിനോ വേണ്ടിയിട്ട് അവർ ചുമ്മാ അവിടെ എക്സ്ട്രാ ആയിട്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പം ഇട്ടപ്പം ഒരെണ്ണം കൂടി പോയതായിരിക്കും. എനിക്ക് ഒരെണ്ണം എക്സ്ട്രാ കിട്ടി, അത് ട്രിപ്പുണ്ട്, പ്രത്യേകിച്ച് കാര്യമില്ലാതെ. എന്തിനാണെന്ന് പോലും മനസ്സിലാവാതെ ഒരു പ്ലാസ്റ്റിക് ബ്ലോക്ക്, ഒരു എക്സ് മാർക്ക് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് ബ്ലോക്ക് ഇതിനോടത്ത് വരുന്നുണ്ട്. പിടിപ്പിച്ചത് കൂടുതൽ സ്റ്റേബിൾ ആവേണ്ടതാണ്. പക്ഷേ അത് പിടിപ്പിച്ചിട്ടും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കുറച്ച് കഴിയുമ്പം ചെറുതായിട്ട് നനങ്ങിയപ്പോൾ തന്നെ അത് വിട്ടു വരുന്നു. ഇങ്ങനെ 1-2 സ്ഥലത്തെ പെയിൻറ്റ് പോയിട്ടുള്ള ഒഴിച്ചാൽ, എല്ലായിടത്തൊന്നും ഇല്ല, 1-2 പോയിൻറ്റുകളിൽ മാത്രം. ആ പോയിൻറ്റുകളിൽ പെയിൻറ്റ് പോയത് ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. സാധനം അത്യാവശ്യം നല്ലതാണ്. എൻ്റെ 1-2 റിവ്യൂ കണ്ടതിനകത്ത് ഈ മുകളിലത്തെ ആ തടി ഭാഗം ചെറുതായിട്ട് ഡാമേജ് വന്നിട്ടുള്ളതായിട്ട് കണ്ടു. പക്ഷെ അതും എനിക്ക് കിട്ടിയ പീസിലില്ല. സോ ബേസിക്കലി കുഴപ്പമൊന്നുമില്ല. എന്തായാലും സാധനം എൻ്റെ ആവശ്യത്തിന് കറക്റ്റാണ്. സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവർ വാങ്ങിക്കുക. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പം സീ യു നെക്സ്റ്റ് വീഡിയോ. ഈ മുറിയിൽ കുറച്ചുകൂടെ പണിയുണ്ട്. സോ അങ്ങനെ എനിക്ക് ഇരുന്ന് എഴുതാനും ഫോൺ ചാർജ് ചെയ്യാനും ഉറങ്ങാൻ തന്നെ കണ്ണാടി വെക്കാനും എല്ലാത്തിനും ഒരു സ്ഥലമായി. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ. എൻ്റെ എഴുത്ത് ഞാൻ തുടരട്ടെ.